ലൈംഗിക വിവാദങ്ങളിൽ ഉത്തരമില്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ. പുറത്തുവന്ന ഓഡിയോ യഥാർത്ഥമോ എന്ന ചോദ്യത്തിൽ നിന്ന് മാങ്കൂട്ടത്തിൽ ഒളിച്ചോടി മറുപടി പറഞ്ഞില്ല. പാർട്ടിയെ ധിക്കരിച്ചിട്ടില്ലെന്നും നേതാക്കളെ കാണാൻ ശ്രമിച്ചിട്ടില്ല എന്നും മാത്രമായിരുന്നു മാങ്കൂട്ടത്തിന്റെ പ്രതികരണം. ലൈംഗിക വിവാദ കേസിന്റെ കാര്യങ്ങൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കട്ടെ എന്നും രാഹുൽ പറഞ്ഞു. ഞാനൊരു നേതാവിനെ കാണാൻ ശ്രമിച്ചിട്ടില്ല. കാരണം സസ്പെൻഷൻ പീരീഡിന് ചില മാനദണ്ഡങ്ങളുണ്ട്. വ്യക്തിപരമായി കാണാൻ ശ്രമിച്ചിട്ടില്ല, ആരെയും കണ്ടിട്ടില്ല, ആരും അനുവാദം അതുകൊണ്ട് തന്നെ നിഷേധിച്ചിട്ടില്ല. എനിക്കെതിരായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കൊന്നു തിന്നാൻ നിൽക്കുന്ന ഒരു സർക്കാരിന് ഏറ്റവും വിശ്വാസമുള്ള അന്വേഷണ ഏജൻസിയാണ്. ആ സർക്കാരിന് ഏറ്റവും വിശ്വാസമുള്ള ഒരു അന്വേഷണ ഏജൻസിയാണ് അന്വേഷണം നടത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ നടക്കട്ടെ, ആ അന്വേഷണങ്ങൾ പുരോഗമിക്കട്ടെ. ഞാനൊരു കോൺഗ്രസിന്റെ പ്രവർത്തകനായി ഇപ്പോഴും സസ്പെൻഷനിലാണെങ്കിലും കോൺഗ്രസിന്റെ പ്രവർത്തകനെന്ന് സാങ്കേതികമായി പറയാൻ കഴിയില്ല എങ്കിലും മരണം വരെ കോൺഗ്രസ് പ്രവർത്തകനായി കഴിയുന്ന ഒരാളാണ്. MLA ഹോസ്റ്റലിൽ നിന്ന് കാറിൽ പുറത്തിറങ്ങിയ മാങ്കൂട്ടത്തിനെ SFI പ്രവർത്തകർ തടഞ്ഞത് സംഘർഷാവസ്ഥയുണ്ടാക്കി. വിശദാംശങ്ങളുമായിട്ട് മഹേഷ് ചന്ദ്രൻ അവിടെ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് നമ്മോടൊപ്പം ചേരും. മഹേഷ്, എന്താണ് ഉണ്ടായത്? ഇന്നത്തെ ഈ ഭരണപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ആ ബെഞ്ചുകളിൽ നിന്ന് നിയമസഭയിൽ എന്ത് പ്രതികരണമാണ് ഉണ്ടായത് എന്ന കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്. ഒപ്പം ഈ ഹൂ കേസ് എന്നൊരു മനോഭാവം ഇന്നും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുഖത്തുണ്ടായിരുന്നു. തനിക്കൊന്നും സംഭവിക്കുകയില്ല എന്നൊരു ആത്മവിശ്വാസവും ഉള്ളതായിട്ടാണ് പുറത്തു നിന്ന് നോക്കുമ്പോൾ എനിക്ക് തോന്നിയത്. എന്താണ് ഇന്നത്തെ ഇതുവരെയുള്ള സംഭവങ്ങളെന്ന് മൊത്തമായിട്ട് കണ്ടാൽ പറയാനാവുക? സനീഷ്, നാടകീയമായ നീക്കങ്ങൾ തന്നെയാണ് ഇന്ന് രാവിലെ മുതൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയ്ക്ക് വരാൻ തീരുമാനിക്കുകയും തിരുവനന്തപുരത്ത് എത്തുകയും ചെയ്തു. അദ്ദേഹം മുഖ്യമന്ത്രി ചരമചാര പ്രസംഗം അത് VS-നെ കുറിച്ച് നടത്തുന്നതിനിടയിലാണ് നിയമസഭയിലേക്ക് കടന്നു വന്നത്. നിയമസഭയിൽ വന്ന് VD സതീശനെ ഇപ്പോൾ വലിയ എതിരാളിയായി കാണുന്ന PV അൻവർ നേരത്തെ കസേരയാണ്. ആ കസേരയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ അനുവദിക്കപ്പെട്ടത്. ആ കസേരയിൽ ഇരിക്കുകയും ചെയ്തു. അവിടെ ഇരുന്ന് അദ്ദേഹത്തോട് സംസാരിച്ചത് മുസ്ലിം ലീഗിലെ 3-4 MLA-മാർ മാത്രമാണ്. മറ്റ് കോൺഗ്രസ് MLA-മാരോ ഭരണപക്ഷ MLA-മാരോ മാങ്കൂട്ടത്തിന് സംസാരിക്കുകയോ പ്രതികരിക്കുകയോ ചെയ്ത സാഹചര്യം ഉണ്ടായില്ല. സഭാ സമ്മേളനം നടക്കുന്നിടയിൽ തന്നെയാണ് ഒരു കുറിപ്പ്, നാടകീയമായിട്ടൊരു കുറിപ്പ് നിയമസഭയിലെ ജീവനക്കാരൻ നൽകുകയും ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തിന്. ആ കുറിപ്പ് വായിച്ച ഉടൻ തന്നെ ഒരു മറുകുറിപ്പ് നൽകിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയും മാധ്യമങ്ങളെ വിൻഡോ ഗ്ലാസ് താഴ്ത്തി സംസാരിക്കാൻ ശ്രമിക്കുന്ന പോലെ വന്നു. പക്ഷേ അദ്ദേഹം ഒന്നും സംസാരിച്ചില്ല. പട്ടം ഭാഗത്തേക്ക് പോയി തിരിച്ച് അപ്പോൾ തന്നെ വന്ന് ഈ നിയമസഭയിലെ മറ്റൊരു കവാടത്തിലൂടെ കയറി MLA ഹോസ്റ്റലിലേക്ക് പോവുകയും ചെയ്തു. MLA ഹോസ്റ്റലിൽ നിന്നും അല്പസമയം കഴിഞ്ഞപ്പോൾ അറിയിപ്പ് ലഭിച്ചു മാധ്യമങ്ങളെ കാണുമെന്ന്. അപ്പോൾ നിയമസഭയ്ക്ക് അകത്തൂടെ തന്നെ MLA ഹോസ്റ്റലിൽ നിന്നൊരു വഴിയുണ്ട്. ആ വഴി പോകാതെ SFI-ക്കാർ നിൽക്കുന്ന സ്ഥലത്തേക്ക് തന്നെയായിരുന്നു, പ്രതിഷേധമായി നിൽക്കുന്ന സ്ഥലത്തേക്ക് തന്നെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാഹനം എത്തിയത്. അവിടെ SFI പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാഹനം തടഞ്ഞു. രാഹുലിനെ രാജിവെക്കണമെന്ന മുദ്രാവാക്യങ്ങൾ മുഴക്കി സമാധാനപരമായ പ്രതിഷേധമാണ് നടന്നത്. പോലീസ് പോകാൻ പറഞ്ഞിട്ട് രാഹുൽ പോകുന്നുണ്ടായിരുന്നില്ല. അല്പസമയം അവിടെ നിന്ന് ശേഷമാണ് രാഹുൽ ഇവിടേക്ക് വരികയും നിയമസഭ മുന്നിൽ വരികയും അവിടെ വെച്ച് മാധ്യമങ്ങളെ കാണുകയും ചെയ്തത്. അവിടെ താൻ ഒരു കോൺഗ്രസിനെ ഒരു ലൈക്ക് കൊണ്ട് പോലും പ്രതിരോധത്തിലേക്ക് ആക്കിയ ഒരാളല്ല. താൻ പുറത്താക്കപ്പെട്ടുവെങ്കിൽ നടപടിയെടുക്കപ്പെട്ടുവെങ്കിൽ ഇപ്പോഴും കോൺഗ്രസ് പ്രവർത്തകൻ തന്നെയാണ്. താൻ നേതാക്കളെ രാവിലെ കാണാൻ ശ്രമിച്ചു എന്ന തരത്തിലേക്ക് ചില മാധ്യമങ്ങളിൽ വാർത്ത വന്ന് ശരിയല്ല എന്ന തരത്തിലേക്കുള്ള പ്രതികരണങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിന് ഉണ്ടായത്. അപ്പോൾ അദ്ദേഹത്തിനോട് ഈ പുറത്തു വന്ന ഓഡിയോ സന്ദേശം, ആ ശബ്ദം അത് രാഹുലിൻ്റേതല്ലേ എന്ന മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായ വ്യക്തമായ മറുപടി പറയാനുണ്ടായിരുന്നില്ല രാഹുലിന്. രാഹുൽ പറഞ്ഞത് അന്വേഷണത്തിരിക്കുന്ന കാര്യമായതിനാൽ അതെനിക്ക് ഇപ്പോഴൊന്നും പറയുന്നില്ല എന്ന് മാത്രം പറഞ്ഞ് ഒഴിഞ്ഞു മാറി പോകുന്ന, തടി തപ്പി പോകുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇക്കാര്യത്തിൽ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് കടന്നു വന്നത് അത് ഭരണപക്ഷത്തിന് യഥാർത്ഥത്തിൽ അവർക്ക് സന്തോഷമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ, അതായത് എതിർപ്പുകളോ പ്രതിഷേധ ശബ്ദങ്ങളോ ഒന്നും തന്നെ ആ ഭാഗത്ത് ഉയർന്നില്ല. പ്രധാന കാരണം ഇന്ന് ചരമോചാരം എന്ന് പറഞ്ഞ ചടങ്ങ് മാത്രമാണ് നടന്നത്. ഈ സഭയ്ക്ക് ഏറെ പ്രിയപ്പെട്ട ആളുകളായിരുന്ന VS അച്യുതാനന്ദൻ, PP തങ്കച്ചൻ, അതുപോലെ വാഴൂർ സോമൻ, നിലവിൽ അംഗമായിരുന്ന വാഴൂർ സോമൻ,
ഇവരുടെ വിയോഗത്തിൽ ചരമവചനം അർപ്പിച്ച സഭ പിരിയുകയായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റു തരത്തിലേക്കുള്ള പ്രതികരണം ഉണ്ടായില്ല. പക്ഷേ വരും ദിവസങ്ങളിൽ അങ്ങനെ ആയിരിക്കില്ല. ഭരണപക്ഷത്തു നിന്ന് ഇത്തരത്തിലേക്ക് ചോദ്യോത്തര വേളയിലടക്കം രാഹുലിനെ കുറിക്കൊള്ളുന്ന ചോദ്യങ്ങളും ഒക്കെ ഉയരുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല ഇത് കോൺഗ്രസ് തലവനായി മാറുകയും ചെയ്തു. വി ഡി സതീശിൻ്റെ വാക്കുകളെ തൃണവൽഗണിച്ചുകൊണ്ടാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വെല്ലുവിളികൾ സ്വരമുയർത്തിയാണ് ഇന്ന് നിയമസഭയിലേക്ക് എത്തിയത്. രാഹുലിന് പിന്നിൽ കോൺഗ്രസ് വിഭാഗം ശക്തമായി നിലകൊള്ളുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് രാഹുലിന് ഇന്നത്തെ പ്രതികരണങ്ങളും നീക്കങ്ങളും എല്ലാം തന്നെയും സനീഷ്. ശരി, നന്ദി മഹേഷ് ആ വിവരങ്ങൾക്ക്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് മടങ്ങിയിട്ടുണ്ട്, നാട്ടിലേക്ക് പോയിട്ടുണ്ടെന്ന വിവരം കൂടെ പുതുതായിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇന്ന് വന്ന് ഇങ്ങനെ ഒരു ഷോ നടത്തിയതിന് ശേഷം ഒരു അനുകമ്പ പിടിച്ചുപറ്റാനുള്ള ശ്രമങ്ങളും മറ്റും നടത്തിയിട്ട് തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ മാത്രം പറയുക, പാർട്ടിക്കകത്ത് തനിക്കുള്ള ശക്തി ഈ സണ്ണി ജോസഫിൻ്റെ അടക്കമുള്ള പ്രതികരണങ്ങളിലൂടെ കാണിച്ചു കൊടുക്കാൻ എന്തായിരിക്കണം ഇയാൾ ലക്ഷ്യമിട്ടിട്ടുണ്ടാവുക. ഒപ്പം ഇയാൾക്ക് വേണ്ടി നിൽക്കുന്ന നേതാക്കളും അതായിരിക്കും ലക്ഷ്യമിട്ടിട്ടുണ്ടാവുക എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും അയാൾ മടങ്ങി എന്ന വിവരം കൂടെ വരുന്നുണ്ട്.